ഭീകരാക്രമണ സാധ്യത എന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഡൽഹിയിൽ അതീവ ജാഗ്രത തുടരുന്നു. ബി.ജെ.പി. ദേശീയ ആസ്ഥാനത്തും ഡൽഹിയിലെ സർക്കാർ ഓഫീസുകൾക്കും സുരക്ഷ വർദ്ധിപ്പിച്ചു. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ചെയ്യുന്നത്? ഏത് തരത്തിലുള്ള ഒരു ആക്രമണ മുന്നറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്? ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസമാണ് ഒരു അന്താരാഷ്ട്ര ആയുധക്കടത്ത് സംഘത്തെ രാജ്യത്തെ പിടികൂടുന്നത്. ഷഹ്സാദ് ബാട്ടി എന്ന ഗുണ്ടാ തലവന്റെ നേതൃത്വത്തിലുള്ള ആയുധക്കടത്ത് സംഘത്തെ പിടികൂടുകയും ഇതിന് പിന്നാലെയാണ് ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ഡൽഹിയിൽ നൽകിയിരിക്കുന്നത്. ഒരു ഭീകരാക്രമണ സാധ്യത ഉണ്ട് എന്നതാണ് ഇപ്പോൾ ഇന്റലിജൻസ് അടക്കം റിപ്പോർട്ട് ചെയ്യുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്യത്ത് നടത്തിയിരുന്നു. കൃത്യമായി തന്നെ ഡൽഹിയിൽ വിവിധയിടങ്ങളിൽ ശക്തമായ പരിശോധനയാണ് ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്നടക്കം പുരോഗമിക്കുന്നത്. ഈ ഭീഷണി സന്ദേശം എന്ന് പറയുന്നത് ഇപ്രകാരമായിരുന്നു: ബി.ജെ.പി. ദേശീയ ആസ്ഥാനത്തിനും അതോടൊപ്പം തന്നെ ഡൽഹിയിലെ സർക്കാർ ഓഫീസുകളിലടക്കം IED സ്ഫോടനം നടത്തുമെന്നതായിരുന്നു. എന്തായാലും ഇതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ തലസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിലെ ബി.ജെ.പി. ആസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഭീഷണി മുന്നറിയിപ്പ് സന്ദേശം മുൻകാലങ്ങളിലും ഡൽഹി കേന്ദ്രീകരിച്ച് വന്നിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണം നടന്നതിനു ശേഷവും അതുപോലെ തന്നെ വിവിധ സമയം തന്നെ മുന്നറിയിപ്പുകളും ഇന്റലിജൻസ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ മുന്നറിയിപ്പുകളെ ഇത്തരത്തിൽ വില കുറച്ച് കാണുന്നില്ല. എന്തായാലും ശക്തമായ പരിശോധന വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വാഹന പരിശോധനകൾ ശക്തമാക്കിയിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അതിർത്തി കടന്നെത്തുന്ന വാഹനങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷമാണ് ഡൽഹിയിലേക്ക് കടത്തിവിടുന്നത്. എന്തായാലും എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് നിലവിൽ ഡൽഹിയിൽ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സുരക്ഷ ശക്തമാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ജാഗ്രതയും തുടരുകയാണ്. ഹാഷ്മി ക്രിസ്റ്റീന. ഓക്കെ, തലസ്ഥാനത്ത് എന്തായാലും ഭീകരാക്രമണ സാധ്യത അങ്ങനെയൊരു വന്നതുകൊണ്ട് മുന്നറിയിപ്പാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ അവിടെ തുടരുകയാണ്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.